പാനൂരിലെ ബോംബ് നിർമ്മാണം പ്രദേശത്തെ ഉത്സവപ്പറമ്പിലുണ്ടായ ബി.ജെ.പി. CPM സംഘർഷത്തിന്റെ തുടർച്ചയെന്ന് പോലീസ്. കേസിലെ മുഖ്യപ്രതിയും ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയുമായ ഷിജാലിനും സ്ഫോടനത്തിൽ പരിക്കേറ്റിരുന്നു. ഒളിവിൽ കഴിയവേ ഷിജാൽ ഉദുമൽപേട്ടയിൽ ചികിത്സ തേടി. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ഷിജാലിന്റെയും അക്ഷയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. രണ്ടാഴ്ച മുമ്പ് കുന്നോത്തുപറമ്പ് കുയുമ്പിയിൽ ക്ഷേത്രോത്സവത്തിനിടെ RSS CPM പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു. കേസിൽ ഇരുവിഭാഗത്തിലും പെട്ട 16 പേർ റിമാൻഡിലായി. പിന്നാലെ തുടർ സംഘർഷങ്ങളുമുണ്ടായി. ഇതിന്റെ തുടർച്ചയാണ് മുളിയത്തോട്ടിലെ ബോംബ് നിർമ്മാണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഉത്സവപ്പറമ്പിലെ സംഘർഷത്തിൽ റിമാൻഡിലായ CPM പ്രവർത്തകരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ബോംബ് നിർമ്മാണത്തിൽ അറസ്റ്റിലായത്. പ്രത്യാക്രമണമായിരുന്നു ലക്ഷ്യമെന്ന് പോലീസ്. ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലാണ് ബോംബ് നിർമ്മിക്കാൻ നിർദ്ദേശം നൽകിയത്. സ്ഫോടനം നടക്കുമ്പോൾ ഷിജാൽ, അക്ഷയ്, അശ്വന്ത് എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു. ഷിജാലിന് പരിക്കേറ്റതായും ഒളിവിൽ കഴിയവേ ഉദുമൽപേട്ടയിൽ ചികിത്സ തേടിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത അക്ഷയുടെയും ഷിജാലിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. കേസിൽ ആകെ 12 പ്രതികളാണുള്ളത്. പോലീസ് കസ്റ്റഡിയിൽ ചികിത്സയിൽ കഴിയുന്ന 3 പേർ ഉൾപ്പെടെ ബോംബ് നിർമ്മാണത്തിൽ പങ്കാളിത്തമുള്ള മുഴുവൻ പേരും പിടിയിലായതായി പോലീസ് പറയുന്നു. കേസിലെ പ്രധാന പ്രതികൾക്കെതിരെ കാപ്പ ചുമത്താൻ ശുപാർശ ചെയ്യാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. മീഡിയ 1 കണ്ണൂർ.